അതിദാരുണമായ ഒരു വാർത്തയിലേക്കാണ്. ആദ്യം തിരുവനന്തപുരം വെള്ളായണി കായലിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. വെള്ളായണി വവ്വാമൂലയിലാണ് അപകടം. കുളിക്കാനിറങ്ങിയ 4 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഒരാളെ രക്ഷപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു. സന്തോഷേ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, മരിച്ച 3 പേരും സഹപാഠികളാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? പോലീസ് എന്താണ് പറയുന്നത്? ശ്രുതി, 1 മണിക്കൂർ മുമ്പാണ് ഈ അപകടം വെള്ളായണി കായലിൽ വവ്വാമൂലയിൽ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 4 അംഗ സംഘമാണ് കുളിക്കാനിറങ്ങിയത്. അതിൽ 3 പേർ വെട്ടുകാട് സ്വദേശി ഫെർഡിനാൻഡ്, മണക്കാട് സ്വദേശി മുകുന്ദനുണ്ണി, വിഴിഞ്ഞം സ്വദേശി ലിബിനോൻ എന്നിവരാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഒരാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർ കുളിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 3 പേർ മുങ്ങിപ്പോവുകയായിരുന്നു. 4 പേരും അപകടത്തിൽപ്പെട്ടിരുന്നു. പക്ഷെ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം. വളരെ ദാരുണമായ ഒരു അപകടമാണ് വെള്ളായണി കായലിൽ വവ്വാമൂലയിൽ ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് അഗ്നിശമന സേനയും പോലീസും ചേർന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തുകയും ഒരാളെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. മറ്റ് 3 പേരുടെയും മൃതദേഹങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും ഇവർ 3 പേരും വിദ്യാർത്ഥികളാണ്, BBA വിദ്യാർത്ഥികളാണ് എന്ന വിവരങ്ങളാണ് നമുക്ക് അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. പക്ഷേ പോലീസ് കൃത്യമായ വിവരങ്ങൾ ഇതുവരെ എവിടെയാണ് പഠിക്കുന്നത് എന്ന് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങളൊന്നും തന്നിട്ടില്ല. പക്ഷേ BBA വിദ്യാർത്ഥികളാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് വെള്ളായണി കായലിൽ വവ്വാമൂലയിൽ വളരെ ദാരുണമായി അപകടം ഉണ്ടായതെന്നാണ് ലഭ്യമാകുന്ന വിവരം. അശ്വതി, ഞാൻ വിശദവിവരങ്ങൾ വരും മണിക്കൂറുകളെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും കുളിക്കാനിറങ്ങി എന്നാണ് ഡാൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നീന്തൽ അറിയാവുന്ന വിദ്യാർത്ഥികളാണ്. വലിയ ആഴമുള്ള പ്രദേശമായിരുന്നു ഇവിടം. അത് സംബന്ധിച്ച് എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും ആഴമുള്ള പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ സ്വാഭാവികമായി അവർ ഇങ്ങനെ കുളിക്കാനായി ഈ കടവിൽ പോകുന്ന പതിവുണ്ട്. പക്ഷേ ഇന്ന് അത് ഒരു അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്നു. അവർ 3 പേരും, അവർ 4 അംഗ സംഘം, അവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അങ്ങനെ കുളിക്കാനായി ഈ കടവിലേക്ക് വവ്വാമൂലയിലേക്ക് എത്തിയതാണ്. കായൽ പ്രദേശമാണ്. അവിടെ വളരെ ആഴമുള്ള ഒരു പ്രദേശത്താണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 പേര് മുങ്ങിപ്പോയിരുന്നു. പക്ഷേ ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു നാട്ടുകാർക്ക്. പക്ഷേ 3 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. വെള്ളായണി കായലിൽ വവ്വാമൂല എന്ന് പറയുന്ന പ്രദേശം ഏറെ ആഴമുള്ള ഒരു കായൽ പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം 1 മണിക്കൂർ മുമ്പ് 3 പേരുടെ ജീവൻ കവരുന്ന നിലയിലേക്ക് സംഭവിച്ചിരിക്കുന്നത്. അശ്വതി, 4 പേരാണ്, 4 അംഗ സംഘമാണ് ഈ കുളിക്കാൻ ഇറങ്ങിയത്. അതിൽ ഒരാളെ പോലീസ് രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നല്ലോ. അയാളുടെ ആരോഗ്യനില എങ്ങനെയാണ്? അത് സംബന്ധിച്ച് നമുക്ക് വിവരങ്ങൾ ലഭ്യമാണ്? വിശദമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇയാൾക്ക് വൈദ്യസഹായം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ 4 പേരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയത്. പക്ഷേ ആ ശ്രമങ്ങൾ വിഫലമായി. ഒരാളെ മാത്രമാണ് കരയ്ക്ക് രക്ഷപ്പെടുത്തി എത്തിക്കാൻ നാട്ടുകാർക്കും അഗ്നിശമന സേനയ്ക്കും പോലീസിനുമൊക്കെ കഴിഞ്ഞത്. ബാക്കി 3 പേരുടെ ജീവൻ നഷ്ടമായി. എല്ലാവിധത്തിലുള്ള ശ്രമവും നടത്തിയതാണ്. പക്ഷെ അവർ മുങ്ങിപ്പോയിരുന്നു. ആഴമുള്ള ഒരു പ്രദേശമാണ്. അവിടെ നിന്ന്
മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് പോലീസും പ്രാഥമികമായി നമുക്ക് നൽകുന്ന വിവരങ്ങൾ. അശ്വതി, വളരെ ദാരുണമായ അപകടം. തിരുവനന്തപുരം വെള്ളായണിക്കായലിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചിരിക്കുന്നു. 1 മണിക്കൂർ മുമ്പാണ് ഈ അപകടമുണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. വെള്ളായണി വവ്വാമൂലയിലാണ് സംഭവം. കുളിക്കാനിറങ്ങിയ 4 പേരായിരുന്നു അവർ കുളിക്കാനിറങ്ങിയത്. അവർ 4 പേരും മുങ്ങിത്താഴുകയായിരുന്നു. അതേസമയം ഒരാളെ രക്ഷപ്പെടുത്തിയതായി പോലീസ് പറയുന്നു. മറ്റു 3 പേരും അപകടത്തിൽ മരിച്ചു. BBA പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നാണ് അനൌദ്യോഗികമായ വിവരം. പോലീസ് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകേണ്ടതുണ്ട്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സന്തോഷ് സാറേ, സന്തോഷേ എന്തായാലും അത്യന്തം ദാരുണമായ സംഭവം, അപകടമാണ് തിരുവനന്തപുരം വെള്ളായണി കായലിൽ നടന്നിരിക്കുന്നത്. 3 വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത്. കുളിക്കാനിറങ്ങിയ 4-അംഗ സംഘത്തിൽ 3 പേരാണ് മരിച്ചത്. ഡാനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡാൻ, എപ്പോഴാണ് ഇവരെവിടെ എത്തിയതെന്നും കുളിക്കാനിറങ്ങിയതെന്നും പതിവായി ഇവിടെ എത്തുന്നവരാണോ, ഇതൊക്കെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ ഡാൻ? അത്തരം വിവരങ്ങളൊക്കെ ഇപ്പോൾ ഈ രക്ഷപ്പെട്ട ഈ വിദ്യാർത്ഥിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞാൽ മാത്രമേ അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പ്രാഥമികമായി ചികിത്സ ഉറപ്പാക്കുന്നതിന് തന്നെയാണ് പോലീസ് അല്ലെങ്കിൽ വൈദ്യസഹായം ഉറപ്പാക്കുന്നതിന് തന്നെയാണ് രക്ഷാപ്രവർത്തകർ പ്രാധാന്യം നൽകുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വിശദമായി ഇയാളിൽ നിന്ന് തന്നെ ചോദിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രദേശം അപകട സാധ്യതയുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ ഒറ്റപ്പെട അല്ലെങ്കിൽ ഈ അവധി ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു പതിവുണ്ട്. പക്ഷെ അത് ഇന്ന് വളരെ ദാരുണമായ ഒരു അപകടത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും 3 പേർക്ക് മരണം ഉടൻ തന്നെ അവർ മരണപ്പെട്ടിരുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വിഫലമായി എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. ഒരാളെ മാത്രമാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിയെ മാത്രമാണ് അവർക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ബാക്കി 3 പേരും അപകടത്തിൽപ്പെട്ട ഉടൻ തന്നെ അവർക്ക് മരണം സംഭവിച്ചു. ആഴത്തിലേക്ക് അവർ വഴുതി വീഴുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അശ്വതി, അതാണ്. എന്തായാലും തിരുവനന്തപുരം വെള്ളായണി കായലിലാണ് 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചിരിക്കുന്നത്. ആഴമുള്ള പ്രദേശത്താണ് അവർ കുളിക്കാനിറങ്ങിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാം, വെള്ളായണി കായലിനെ സംബന്ധിച്ച് പലയിടങ്ങളിലും വളരെയധികം ആഴമുള്ള അപകടം പതിയിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നാട്ടുകാരുടെയൊക്കെ മുന്നിട്ടിറങ്ങി അവർ തന്നെ ബോർഡുകൾ സ്ഥാപിച്ചതൊക്കെ അവിടെ ഉണ്ട്. ബോർഡുകളടക്കമുണ്ട്, അങ്ങോട്ടേക്ക് ഇറങ്ങരുത്, കുളിക്കാൻ ഇറങ്ങരുത് എന്നതടക്കമുള്ള. പക്ഷേ ഇത് ഏത് ഭാഗത്തേക്കാണ് ഈ കുട്ടികൾ ഇറങ്ങിയത്, ഇവിടെ സ്ഥിരം വരുന്നവരാണോ എന്നൊക്കെയുള്ളത് ഇനി വരും മണിക്കൂറുകളിലാണ് നമുക്ക് അറിയേണ്ടത്. എന്തു തന്നെ ആയാലും 19ഉം 20ഉം വയസ്സുള്ള 3 വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചിരിക്കുന്നത്. അതിദാരുണമായ ഒരു അപകടമാണ് വെള്ളായണിക്കായലിൽ വവ്വാമൂലയിൽ ഉണ്ടായിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ നൽകുന്നത്. ഒരാളെ രക്ഷപ്പെടുത്താൻ ആയതായി പോലീസ് പറയുന്നു. ആ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 4 പേരും ഒരുമിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അവരവിടെ എത്തുകയും കുളിക്കാനിറങ്ങുകയുമായിരുന്നു. ഈ 4 പേരും താഴേക്ക് മുങ്ങിപ്പോയിരുന്നു, വെള്ളത്തിനടിയിലേക്ക് പോയിരുന്നു. ഒരാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ആകെ ആശ്വാസമുള്ള ഒരു കാര്യം. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, വലിയ ദുഃഖകരമായ വാർത്തയാണ്. 19ഉം 20ഉം വയസ്സ് പ്രായമേ 3 പേർക്കും ഉണ്ടാകൂ. ഇത് 3 പേരും തിരുവനന്തപുരം സ്വദേശികൾ തന്നെയാണല്ലേ? അശ്വതി, അതായത് 3 പേരുടെ മരണം ഉടൻ തന്നെ സംഭവിച്ചവർ 4 പേരും ക്രൈസ്റ്റ് നഗർ കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്ന സൂചനകളും ലഭ്യമാകുന്നു. BBA വിദ്യാർത്ഥികളാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഏതാണ്ട് 20 വയസ്സ് പ്രായം വരും.
എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും വളരെ ശ്രമകരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് വെള്ളായണിയിൽ നാട്ടുകാരുടെയും അഗ്നിശമന സേനയുടെയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഒരാളെ മാത്രമാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് എന്നതാണ് അവർക്ക് നമ്മളോട് പങ്കുവെക്കുന്ന ഫോണിൽ മറ്റ് സംസാരിക്കുമ്പോൾ പങ്കുവെക്കുന്ന വിവരം. എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തിയിരുന്നു 4 പേരെയും അവിടെ നിന്ന് രക്ഷിക്കാൻ. പക്ഷേ ഏറെ ആഴമുള്ള ഒരു പ്രദേശമായിരുന്നു. അവിടെ നിന്ന് 4 പേരെയും ജീവനോടെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരാളെ മാത്രമാണ് ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ജീവനോടെ. മറ്റ് 3 പേരുടെയും ജീവൻ മുങ്ങിപ്പോയി, അല്ലെങ്കിൽ അവരുടെ 3 പേരുടെയും ജീവൻ നഷ്ടമാകുകയായിരുന്നു. എന്തായാലും അവരുടെ മൃതദേഹങ്ങൾ ഉടൻ തന്നെ അഗ്നിശമന സേനയും പോലീസും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തുകയും അത് കരയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കായിരിക്കും മറ്റ് നടപടികളുടെ ഭാഗമായി ഈ 3 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ മാറ്റുക. എന്തായാലും സ്ഥലത്ത് 100 കണക്കിന് ആളുകളാണ് ഈ സംഭവം അറിഞ്ഞ് തടിച്ചുകൂടിയത് അല്പസമയം മുമ്പ്. അശ്വതി, അതാണ് ഡാനി, നമുക്ക് വെള്ളായണി കായലിനെ സംബന്ധിച്ച് അറിയാവുന്നത് അവിടെ പല സ്ഥലങ്ങളിലും വളരെ ആഴം കൂടിയ ഒരു പ്രദേശം കായലാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും മുന്നറിയിപ്പ് ബോർഡുകളടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ കുളിക്കാൻ ഇറങ്ങരുത്, അപകടമുണ്ടാകും എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ആ പ്രദേശത്തേക്ക് ഇറങ്ങിയതായിരിക്കാം എന്ന് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പേര് വിവരം, അവരേത് സ്വദേശികളാണെന്നൊക്കെ ഉള്ളത് ഒന്നുകൂടി ഒന്ന് പറയാം. അശ്വതി, ഇവർ ക്രൈസ്റ്റ് നഗർ കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതിൽ തന്നെ വെട്ടുകാട് സ്വദേശിയായ ഫെർഡിനാൻഡ്, മണക്കാട് സ്വദേശി മുകുന്ദൻ ഉണ്ണി, വിഴിഞ്ഞം സ്വദേശി ലിബിനോൻ തുടങ്ങിയ 3 പേരാണ് മരിച്ചത് ഈ അപകടത്തിൽ. പക്ഷേ രക്ഷപ്പെട്ടയാളുടെ പേര് വിവരങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. പോലീസിനും ഈ പ്രാഥമികമായ വൈദ്യ ചികിത്സ ഉറപ്പുവരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ഒരു വിവരം നമുക്കും ലഭ്യമാകുകയുള്ളൂ. പക്ഷേ പോലീസ് നൽകുന്ന സൂചനകൾ അനുസരിച്ച് ഇത്തരത്തിൽ അപകടമുണ്ടായി. അവരെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ആദ്യം രക്ഷപ്പെടുത്താൻ ശ്രമം നടന്നത്. പക്ഷേ അത് കഴിയാതെ വന്നതോടെയാണ് അഗ്നിശമന സേന അടക്കം അവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായത്. പിന്നീട് അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും സംയുക്തമായി നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. വവ്വാമൂലയിൽ ഏറെ ആഴമുള്ള പ്രദേശമാണ്. വെള്ളായണി കായലിൽ ഏറെ ആഴമുള്ള ഒരു പ്രദേശത്താണ് ഈ അപകടം നടന്നിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഉടൻ തന്നെ അപകടം സംഭവിച്ച ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പക്ഷേ അവർക്ക് ഒരാളെ മാത്രമാണ് ആ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. പക്ഷേ മറ്റ് 3 പേർക്കും ദാരുണമായി മരണം സംഭവിക്കുകയായിരുന്നു. അശ്വതി, ശരി ഡാൻ, എന്തായാലും വലിയ ദാരുണമായ ഒരു അപകടമാണ് വെള്ളായണിയിൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ 4 പേരും അപകടത്തിൽപ്പെട്ടത് എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. ഇനി ഒരാൾ മുങ്ങിപ്പോവുകയോ അയാൾ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ ബാക്കി 2 പേരും അങ്ങോട്ടേക്ക് താഴ്ന്നു പോവുകയോ ഒക്കെ ആയിരുന്നിരിക്കാം. സ്ഥിരമായി അവിടേക്ക് കുളിക്കാൻ ഇറങ്ങുന്നവരാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. വീണ്ടും നമ്മൾ പോകുന്നത് ഇതുപോലൊരു വാർത്തയിൽ